ഹലോ എവരിവൺ. നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്രെബ്സ് സൈക്കിളിനെ കുറിച്ചാണ്. നമുക്കറിയാം ഗ്ലൈക്കോലൈസിസിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് പൈറുവിക് ആസിഡ് ആണ്. സോ ഞാൻ പൈറുവിക് ആസിഡ് എന്ന് ഇവിടെ എഴുതുകയാണ്. ഈ പൈറുവിക് ആസിഡ് അസറ്റൈൽ കോ എൻസൈം എ ആയിട്ട് മാറും. ഓക്കെ, നമുക്കറിയാം പൈറുവിക് ആസിഡ് ഫോം ചെയ്യുന്നത് ഗ്ലൈക്കോലൈസിസിന് ശേഷമാണ്. ഓക്കെ, ഈ ഫോം ചെയ്തിട്ടുള്ള പൈറുവിക് ആസിഡ് നമ്മൾ ആദ്യം അസറ്റൈൽ കോഎൻസൈം എ ആക്കി കൺവേർട്ട് ചെയ്യും. ഈ അസറ്റൈൽ കോഎൻസൈം എ മറ്റൊരു കോമ്പൗണ്ടുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോഴാണ് ആക്ച്വലി ക്രെബ്സ് സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ കൺവേർഷനെ, അതായത് പൈറുവിക് ആസിഡ് അസറ്റൈൽ കോഎൻസൈം എ ആയി മാറുന്ന കൺവേർഷനെ നമ്മൾ വിളിക്കുന്നത് ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ എന്നാണ്. എന്താണ് ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ? ഓക്കെ ആണോ? പൈറുവിക് ആസിഡ് എന്ന് പറയുന്നത് 3 കാർബൺ ഉള്ള കോമ്പൗണ്ടാണ്. അസറ്റൈൽ കോഎൻസൈം എ എന്ന് പറയുന്നത് 2 കാർബൺ ഉള്ള കോമ്പൗണ്ടാണ്. അതായത് പൈറുവിക് ആസിഡ് അസറ്റൈൽ കോഎൻസൈം എ ആയി മാറുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഒരു കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യും. ഈ സമയം Na+ NaDH2 ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതായത് 1 മോളിക്യൂൾ NaDH2 ഫോം ചെയ്യും. 1 മോളിക്യൂൾ NaDH2 ഫോം ചെയ്യും. ഈ സ്റ്റെപ്പിനെ വിളിക്കുന്ന പേരാണ് ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ, അല്ലെങ്കിൽ നമുക്ക് ഡീകാർബോക്സിലേഷൻ ഓഫ് പൈറുവിക് ആസിഡ് എന്ന് പറയാം. ഈ സ്റ്റേജ് എന്ന് പറയുന്നത് ഗ്ലൈക്കോലൈസിസിനും ക്രെബ്സ് സൈക്കിളിനും ഇടയിലുള്ള സ്റ്റേജ് ആണ് എന്ത്? ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ. ഇനി നമുക്ക് ക്രെബ്സ് സൈക്കിളോട് കിടക്കാം. ക്രെബ്സ് സൈക്കിളിൽ അസറ്റൈൽ കോഎൻസൈം എ മറ്റൊരു കോമ്പൗണ്ടുമായിട്ട് കമ്പൈൻ ചെയ്യും. അതായത് ഓക്സാലോ അസറ്റിക് ആസിഡുമായിട്ട് കമ്പൈൻ ചെയ്യും. നമുക്ക് OAA എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. OAA എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്സാലോ അസറ്റിക് ആസിഡ്. ഓക്കെ ആണോ? ഈ OAA എന്ന് പറയുന്നത് ഒരു 4 കാർബൺ കോമ്പൗണ്ട് ആണ്. ഈ 4 കാർബൺ കോമ്പൗണ്ട് ആയിട്ടുള്ള ഓക്സാലോ അസറ്റിക് ആസിഡ് 2 കാർബൺ കോമ്പൗണ്ട് ആയിട്ടുള്ള അസറ്റൈൽ കോഎൻസൈം എയുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് സിട്രിക് ആസിഡ് ഫോം ചെയ്യും. എന്താ ഫോം ചെയ്തത്? സിട്രിക് ആസിഡ് ഫോം ചെയ്യും. ഇവിടെ എത്ര കാർബൺ ഉണ്ടാവും? 4+2, ഇവിടെ 6 കാർബൺസ് ഉണ്ടാവും. ഓക്കെ ആണോ? അതുപോലെ നിങ്ങൾ മറ്റൊരു കാര്യം ഓർക്കേണ്ടത്, ക്രെബ്സ് സൈക്കിളിനെ നമുക്ക് ട്രൈ കാർബോക്സിലിക് ആസിഡ് സൈക്കിൾ എന്ന് വിളിക്കാം. എന്താ വിളിക്കുക? ട്രൈ കാർബോക്സിലിക് ആസിഡ് സൈക്കിൾ. ഓക്കെ ആണോ? സോ ഓക്സാലോ അസറ്റിക് ആസിഡും അസറ്റൈൽ കോഎൻസൈം എയും കമ്പൈൻ ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യും? സിട്രിക് ആസിഡ്. സിട്രിക് ആസിഡ് ആണ് ക്രെബ്സ് സൈക്കിളിലെ ഫസ്റ്റ് പ്രൊഡക്റ്റ്. ഓർത്തിരിക്കണം, ഫസ്റ്റ് പ്രൊഡക്റ്റ് സിട്രിക് ആസിഡ് ആണ്. അതിനുശേഷം സിട്രിക് ആസിഡ് ഐസോസിട്രിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? ഐസോസിട്രിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, ഐസോസിട്രിക് ആസിഡിൽ നമുക്ക് 6 കാർബൺ ആണ് കാണാൻ കഴിയുക. അതുപോലെ ഈ പ്രോസസ്സ്, ഈ കൺവേർഷന് ആക്ടിവേറ്റ് ചെയ്യുന്നത് ഐസോമറേസ് എന്ന് പറയുന്ന എൻസൈം ആയിരിക്കും. അതിനുശേഷം ഐസോസിട്രിക് ആസിഡ് മറ്റൊരു കോമ്പൗണ്ട് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതിനെ നമുക്ക് വിളിക്കാം എന്ത്? ആൽഫ കീറ്റോ ഗ്ലൂട്ടാരിക് ആസിഡ്. എന്താ വിളിച്ചത്? ആൽഫ കീറ്റോ ഗ്ലൂട്ടാരിക് ആസിഡ്. ഈ ആൽഫ കീറ്റോ ഗ്ലൂട്ടാരിക് ആസിഡ് എന്ന് പറയുന്നത് 5 കാർബൺ ഉള്ള കോമ്പൗണ്ട് ആണ്. എന്നാൽ ഐസോസിട്രിക് ആസിഡ് എന്ന് പറയുന്നത് 6 കാർബൺ ഉള്ള കോമ്പൗണ്ട് ആണ്. അതായത് ഈ കൺവേർഷന്റെ സമയത്ത് ഒരു കാർബൺ റിലീസ് ചെയ്യും. ഞാൻ ആ റിലീസ് ചെയ്യുന്ന കാർബണെ ഞാൻ ഇങ്ങനെ കാണിക്കാം. അത് കാർബൺ റിലീസ് ചെയ്യുന്നത് കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഫോമിലായിരിക്കും. ഓക്കെ, ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യുമ്പോൾ ആ സെയിം ടൈം NaD+, ഞാൻ വേറെ കളറിൽ കാണിക്കാം, NaD+ എന്ന് പറയുന്ന കോമ്പൗണ്ട് NaDH2 ആയിട്ട് കൺവേർട്ട് ചെയ്യും. എന്ത് സംഭവിക്കും? NaD+ NaDH2 ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഞാൻ ഈ NaDH2 സെപ്പറേറ്റ് ആയിട്ടൊന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് ആവശ്യമുണ്ട്. അതിനുശേഷം ഈ ആൽഫ കീറ്റോ ഗ്ലൂട്ടാരിക് ആസിഡ് സക്സിനൈൽ കോഎൻസൈം എ എന്ന് പറയുന്ന മറ്റൊരു കോമ്പൗണ്ട് ആയിട്ട് കൺവേർട്ട് ചെയ്യും. സക്സിനൈൽ കോഎൻസൈം എ. ഓക്കെ ആണോ? ഇവിടെ എത്ര കാർബൺ ഉണ്ട്? സക്സിനൈൽ കോഎൻസൈം എയിൽ നമുക്ക് 4 കാർബൺസ് കാണാൻ കഴിയും. അതായത് ഈ കൺവേർഷന്റെ സമയത്ത്, ഓക്കെ ഞാൻ കുറച്ച് കറക്റ്റ് ആയല്ലോ, 4 കാർബൺ കാണാൻ കഴിയും. അതായത് ഈ കൺവേർഷന്റെ സമയത്ത്
ഒരു കാർബൺ ഡൈ ഓക്സൈഡ് കാർബണിൻ്റെ ഫോമിൽ റിലീസ് ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും? NAD+ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? NADH2 ആയിട്ട് കൺവേർട്ട് ചെയ്യും. NAD+ കൺവേർട്ടഡ് ഇൻ ടു NADH2. ഞാൻ ഈ NADH2നെ ഞാനിതാ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചു. ഓക്കെ ആണോ? അതിനുശേഷം അതുപോലെ മറ്റൊരു കാര്യം, ഇവിടെ ഒരു കോഎൻസൈം എ പാർട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്കൊരു കോഎൻസൈം എ കാണാം. സോ ജസ്റ്റ് ഒരു കോഎൻസൈം എ ഇവിടെ ആഡ് ചെയ്യപ്പെടും. ഒരു കോഎൻസൈം എ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യപ്പെടും. ഓക്കെ ആണോ? അതിനുശേഷം സക്സിനൈൽ കോഎൻസൈം എ മറ്റൊരു കോമ്പൗണ്ട് ആയിട്ടുള്ള സക്സിനിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? സക്സിനിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. സക്സിനിക് ആസിഡ്. സക്സിനിക് ആസിഡും ഈ സക്സിനിക് ആസിഡും 4 കാർബൺ ഉള്ള കോമ്പൗണ്ട് ആണ്. ഓക്കെ. എന്നാൽ ഈ സമയത്ത് മറ്റൊരു സംഭവം നടക്കും. അതായത് GDP എന്ന് പറയുന്ന കോമ്പൗണ്ട് GTP ആയിട്ട് മാറും. ഈ GTP 1 മോളിക്യൂൾ ATP ആയിട്ട് മാറും. എന്തായിട്ട് മാറും? 1 മോളിക്യൂൾ ATP ആയിട്ട് മാറും. മനസ്സിലായോ? എന്താ നടന്നത്? GTP ആയി. ഈ GTP എന്തായി? 1 മോളിക്യൂൾ ATP ആയി. അത് എപ്പോഴും നടക്കുന്നത്? സക്സിനൈൽ കോഎൻസൈം എ സക്സിനിക് ആസിഡ് ആകുന്ന സമയത്താണ്. ഇത് പലപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. അതിനുശേഷം സക്സിനിക് ആസിഡ് ഫ്യൂമാരിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? ഫ്യൂമാരിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഈ സമയത്ത് നടക്കുന്ന കൺവേർഷൻ ആണ് FAD+ എന്ന് പറയുന്ന കോമ്പൗണ്ട് FADH2 ആയിട്ട് കൺവേർട്ട് ചെയ്യും. FAD എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? FADH2 ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ. FADH2 നിങ്ങൾ ഈ FF എന്ന് ഓർത്തിരുന്നേ. FADH2 ഫ്യൂമാരിക് ആസിഡ്. ഓക്കെ ആണോ? അതിനുശേഷം ഫ്യൂമാരിക് ആസിഡ് മാലിക് ആസിഡ് ആയിട്ട് മാറും. മാലിക് ആസിഡ് ആയിട്ട് മാറും. ദെൻ അതിനുശേഷം ഈ മാലിക് ആസിഡ് വീണ്ടും എന്തായിട്ട് മാറും? ഓക്സാലോ അസറ്റിക് ആസിഡ് ആയിട്ട് മാറും. ഈ സമയത്തും ഒരു കൺവേർഷൻ നടക്കുന്നുണ്ട്. അതായത് NAD+ NADH2 ആയിട്ട് കൺവേർട്ട് ചെയ്യും. NAD+ NADH2 ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ ആണോ? NAD+. ഇത് NAD+ ആണ്. NAD+. ഓക്കെ. അപ്പോൾ ഇവിടെ ഫോം ചെയ്തിട്ടുള്ള കോമ്പൗണ്ട് ഏതൊക്കെയാണ്? നമുക്ക് സെപ്പറേറ്റ് ആയിട്ടൊന്ന് മാർക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റത്തെ കോമ്പൗണ്ട് ഏതാണ്? സിട്രിക് ആസിഡ് ആണ്. എങ്ങനെ ഫോം ചെയ്ത്? അസറ്റൈൽ കോഎൻസൈം എയും ഓക്സാലോ അസറ്റിക് ആസിഡും കമ്പൈൻ ചെയ്തിട്ട് എന്ത് ഫോം ചെയ്തു? സിട്രിക് ആസിഡ് ഫോം ചെയ്തു. അതിനുശേഷം സിട്രിക് ആസിഡ് എന്തായിട്ട് കൺവേർട്ട് ചെയ്തു? ഐസോസിട്രിക് ആസിഡ് ആയി. അതിനുശേഷം ആൽഫ കീറ്റോഗ്ലൂട്ടാറിക് ആസിഡ്. അതിനുശേഷം സക്സിനൈൽ കോഎൻസൈം എ. അതിനുശേഷം സക്സിനിക് ആസിഡ്. ദെൻ ഫ്യൂമാരിക് ആസിഡ്, മാലിക് ആസിഡ്, ഓക്സാലോ അസറ്റിക് ആസിഡ്. എഗെയിൻ എന്ത് ഫോം ചെയ്യും? സിട്രിക് ആസിഡ് ഫോം ചെയ്യും. ഓക്കെ ആണോ? ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എനർജിയുടെ കാൽക്കുലേഷൻ ആണ്. അല്ലെങ്കിൽ ATP, NADH2 ഇവരുടെയൊക്കെ കാൽക്കുലേഷൻ ആണ്. നമുക്കിവിടെ എത്ര ATP ഫോം ചെയ്ത് നോക്കാം. ഞാൻ എവിടെ എഴുതും? ഓക്കെ, ഞാനിവിടെ എഴുതാം. ക്രെബ്സ് സൈക്കിൾ. ഓക്കെ. ഇവിടെ എത്ര ATP ഫോം ചെയ്തിട്ടുണ്ട്? ഇവിടെ ഒരു ATP അല്ലേ. സോ ATP എന്ന് പറയുന്നത് എത്രയാ? ATP ഫോം ചെയ്ത് എത്രയാ? 1 ആണ്. ഇനി നമുക്ക് എത്ര NADH2 ഫോം ചെയ്തു നോക്കാം. NADH2 എവിടെ എത്ര NADH2 ഫോം ചെയ്തിട്ടുണ്ട്? ഇത് ഒരു NADH2. ഓക്കെ. ഇത് ഓക്കെ, നമ്മൾ കാൽക്കുലേഷൻ ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സോ എത്ര NADH2 ഫോം ചെയ്തു? ഫസ്റ്റ് NADH2, സെക്കൻഡ് NADH2, ദെൻ തേർഡ് NADH2 ഇവിടെ. ഓക്കെ ആണോ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ട, എവിടേക്കാണ് NADH2 ഫോം ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഇതിൻ്റെ ബേസ് ചെയ്ത് മിക്കപ്പോഴും നിങ്ങൾക്ക് സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസ് അടക്കം കാണാം. ഓക്കെ ആണോ? എസ്പെഷ്യലി നീറ്റ് എക്സാം. സോ ഇവിടെ 3 NADH2 ഫോം ചെയ്തിട്ടുണ്ട്. സോ ഞാനിവിടെ 3 NADH2 എന്ന് എഴുതി. ഓക്കെ ആണോ? ഇനി FADH2 എത്ര? FADH2 നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. FADH2 എത്രയാണെന്ന് എഴുതാം. FADH2 എത്ര എണ്ണമുണ്ട്? നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് 1 സിംഗിൾ FADH2 അല്ലേ. സോ ഞാനിവിടെ 1 എന്ന് എഴുതി. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ ഒരു സൈക്കിൾ ഇല്ലേ? ഈ സൈക്കിൾ എങ്ങനെ ഫോം ചെയ്തത്? പൈറുവിക് ആസിഡ് അസറ്റൈൽ കോഎൻസൈം എ ആയി. ഈ അസറ്റൈൽ കോഎൻസൈം എ ഓക്സാലോ അസറ്റിക് ആസിഡുമായിട്ട് കമ്പൈൻ ചെയ്തു.
എന്നിട്ടാണ് ഈ സൈക്കിൾ ഫോം ചെയ്തത്. ആക്ച്വലി നിങ്ങൾക്കറിയാം ഗ്ലൈക്കോലൈസിസിൽ എത്ര പൈറൂവിക് ആസിഡ് ഫോം ചെയ്യുന്നുണ്ട്? ഗ്ലൈക്കോലൈസിസിൽ 2 പൈറൂവിക് ആസിഡ് ഫോം ചെയ്യുന്നുണ്ട്. എത്ര പൈറൂവിക് ആസിഡ്? 2 പൈറൂവിക് ആസിഡ്. അതായത് ഒരു സിംഗിൾ പൈറൂവിക് ആസിഡ് ആണ് ഇതെല്ലാം ഫോം ചെയ്തിട്ടുള്ളത്. അതായത് ഒരു പൈറൂവിക് ആസിഡ് ഒരു സൈക്കിൾ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ 2 പൈറൂവിക് ആസിഡ് 2 സൈക്കിൾസ് ക്രിയേറ്റ് ചെയ്യും. അതായത് ഇവിടെ ഓൾറെഡി ഒരു ATP 3 NADH2 4 FADH2 ഇങ്ങനെയല്ലേ ഫോം ചെയ്തിട്ടുള്ളത്. ഇത് ഒരു സൈക്കിളിൽ ഫോം ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ 2 സൈക്കിൾ എന്ന് പറയുമ്പോൾ എല്ലാത്തിനെയും 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ATP എന്ന് പറയുന്നത് 2 ATP ആയിരിക്കും. NADH2 എന്ന് പറയുന്നത് എത്രയായിരിക്കും? NADH2 ഞാൻ ഇങ്ങനെ എഴുതാം, കാണിക്കാം. NADH2 എന്ന് പറയുന്നത് 2 × 3 6 NADH2 ആയിരിക്കും. FADH2 എന്ന് പറയുന്നത് 2 × 1 2 FADH2 ആയിരിക്കും. ശരിയല്ലേ? ഞാനിവിടെ സെപ്പറേറ്റ് ആയിട്ട് എഴുതാം. സോ ATP എത്രയാ? ATP എന്ന് പറയുന്നത് ഇവിടെ ATP എന്ന് പറയുന്നത് 2 ATP ആണ്. NADH2 എന്ന് പറയുന്നത് എത്രയാ? NADH2 എന്ന് പറയുന്നത് 6 NADH2 ആണ്. ശരിയല്ലേ? 6 NADH2 ആണ്. FADH2 എന്ന് പറയുന്നത് എത്രയാ? 2 FADH2 ആണ്. ഓക്കെ, ഞാൻ മറ്റൊരു കളർ എടുക്കാം. FADH2 ആണ്. ഇനി മനസ്സിലാക്കേണ്ട കാര്യം, ഒരു NADH2 ഒരു സിംഗിൾ NADH2 എന്ന് പറഞ്ഞാൽ 3 ATP ആണ്. നിങ്ങളോട് ചോദിക്കുകയാണ് എത്ര NADH2 ഫോം ചെയ്തു? 6 NADH2. എത്ര FADH2 ഫോം ചെയ്തു? 2 FADH2. ഇനി നമ്മൾ ഇതിനെല്ലാം ATPന്റെ ടേമിൽ കൺവേർട്ട് ചെയ്യാം. ഓക്കെ, അതായത് ഒരു NADH2 എന്ന് പറഞ്ഞാൽ 3 ATP ആണ്. സോ 6 NADH2 എന്ന് പറഞ്ഞാൽ 6 × 3 അഥവാ 18 ATP ആയിരിക്കും. 18 ATP ആയിരിക്കും. സിംഗിൾ FADH2 എന്ന് പറഞ്ഞാൽ 2 ATP ആണ്. അതായത് 2 FADH2 എന്ന് പറഞ്ഞാൽ 2 × 2 4 ATPs ആയിരിക്കും. ദെൻ ഓൾറെഡി 2 ATP ഇവിടെ ഉണ്ട്. സോ 2 + 18 20 20 + 4 24. ടോട്ടൽ നമ്പർ ഓഫ് ATP എത്രയായിരിക്കും? 24 ATPs ആയിരിക്കും. ഓക്കെ ആണോ? ക്രെബ്സ് സൈക്കിളിൽ ഫോം ചെയ്യുന്ന ടോട്ടൽ നമ്പർ ഓഫ് ATPs എന്ന് പറയുന്നത് 24 ATPs ആയിരിക്കും. നമ്മൾ എന്ത് ചെയ്തു? NADH2 FADH2 ഇവരെല്ലാം നമ്മൾ എന്ത് ചെയ്തു? ATPയുടെ ടേമിൽ നമ്മൾ കൺവേർട്ട് ചെയ്തു. ഓക്കെ ആണോ? സോ നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. നമ്മളത് സോൾവ് ചെയ്തു തരും. നിങ്ങളുടെ ഫ്രണ്ട്സിനോട് മാക്സിമം ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.